അച്ഛൻ വരട്ടെ മോളെ, നമുക്ക് ഒരുമിച്ചുണ്ണ. കടന്നു വരുന്ന കഴിവറികളെ. ആ, ഇതിലിറച്ചിയും മീനുമുണ്ട്. മുട്ടയിരിപ്പുണ്ടോ? ശൃംഗാരം മതിയടാ. വേഗം വേണം, താമസിക്കരുത്. സുശീലേ, കുറച്ച് വെള്ളം. എടാ പരമനാറി, ആ സ്പീഡ് 9 ഇട്ടിരുന്നെങ്കിൽ എനിക്ക് റണ്ണാകുമായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഒലത്തിയില്ലേ? ആ, എണ്ണി കൊടുക്ക്. എന്റെ ഞാൻ കൊടുത്തോളാം. എന്നാ പിടി വെള്ളം. ഇങ്ങോട്ട് കൊണ്ടൊന്ന് വെക്കടി. തങ്ങളെ ക്ഷമിക്കണം, ഞങ്ങളൊരു ന്യൂസൻസ് അല്ലല്ലോ. ഇക്കണക്കിന് പോയാൽ എടാ, നിനക്ക് മൂലക്കുരുവില്ലേടാ? ഇങ്ങനെ കോഴി വെട്ടി വേങ്ങിയ നാളെ ചോര തൂറോടാ. ഒന്നും ഉണ്ടായിരടാ. ഉറപ്പാ, നീ ധൈര്യമായിട്ട് നിന്നടാ, നിന്റെ ശരീരം നന്നാകട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞ കുത്തിരിക്ക് വേണ്ട, ഇന്നലെ തിന്നോളേ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിപ്പോയി. കടയിലെ സ്റ്റോക്ക് എടുപ്പിന്റെ ക്ഷീണം കൊണ്ടേ. ഇന്ന് രാത്രി 9 മണിയാകുമ്പോ അത്താഴമൊക്കെ കഴിച്ച് പുറപ്പെട്ട് നിന്നോളുണ്ട്. നമുക്ക് സിനിമക്ക് പോണോ? ഇക്കാക്കാനോട് ചോദിക്കണ്ടേ? വേണ്ടാന്ന്, നമ്മൾ രണ്ടാളും മതി. അതല്ലേ എന്റെ കൊശി. കുഞ്ഞുമുറ്റാജിന്റെ മോളെ കല്യാണാണ് മറ്റന്നാള്. അതിൽ പോകാൻ എന്റെ 2 വള വെച്ച് ഞമ്മളെ പെങ്ങള്. ഞാൻ ഉളുപ്പില്ലാത്ത ചീത്ത അറിഞ്ഞോളെ. അതെന്തിന്? എന്താണ് ഈ പറയുന്നത്? ഞാൻ ഇവിടുത്തെ പുതിയൊരു ബന്ധുക്കാരനല്ലേ. പെണ്ണുവിട്ട് കയറുന്നതിന് മുമ്പ് ചെയിലും വളയൊക്കെ അരി വയ്ക്ക മോശം. ഇല്ലെങ്കിൽ ഓലെന്ത് വിചാരിക്കും? നിങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ തരാഞ്ഞിട്ടാണെന്ന് കരുതൂലേ? അതൊന്നും നേരാണ്. അതൊരു വെറുപ്പിലടി ആകും. ഈ ഉർമാല കെട്ടിക്ക. അമ്മേ, സുശീലേച്ചി വരുന്നുണ്ട്. മോളെ മോളെ വാ. മിനിമോളവിടെ. മോള് കുട്ടാ.
നിന്റെ കൂടെ ആരും വന്നില്ലേ? എന്താ മോളെ? പറ മോളെ, എന്താ ഉണ്ടായത്? അമ്മേ, അവളിപ്പോ വന്ന് കേറിയല്ലേ ഉള്ളൂ, നമുക്ക് ചോദിക്കാം. വരൂ സുശീലേ, വരൂ, വാ. സുശീലേ, എന്താണെങ്കിലും നീ എന്നോട് പറയേ. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ? എന്തുണ്ടായി? പറയൂ. ഞാൻ വന്ന ദിവസം ഉച്ചയ്ക്ക് മധുവേട്ടൻ പെട്ടെന്ന് വന്ന് എന്നോട് പുറപ്പെടാൻ പറഞ്ഞു. മിനിമോള് സ്കൂളിൽ പോയ സമയത്ത് മധുവേട്ടന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നും സഹായത്തിന് 2 ദിവസം അവിടെ നിൽക്കാനും പറഞ്ഞു. സ്കൂളിൽ നിന്ന് മിനിമോള് വരുമ്പോ അവളെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ എടുത്ത് പുറപ്പെട്ട് അവിടെ ചെന്നപ്പോൾ മധുവേട്ടന്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് അസുഖമൊന്നുമില്ല. ഞാൻ ചെന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. സന്ധ്യയ്ക്ക് പ്രഭാകരനെ വിളിച്ച് അമ്മ പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ. അങ്ങനെയാണ് ചേച്ചി ഞാൻ പ്രഭാകരന്റെ കൂടെ വാടക വീട്ടിലേക്ക് വന്നത്. ചേച്ചി ഞാൻ പോട്ടെ. ചെക്ക് ചെയ്യാൻ വന്നാണല്ലേ? കണ്ടില്ലേ? തൃപ്തിയായില്ലേ? ഇനിയും കാണണോ? നീ എന്തായാലും വിളിച്ചേക്കണേ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവനെ പിരിഞ്ഞു നിർത്താനോടി നീ കരയുന്നത്? എന്തായാലും എന്റെ കുട്ടികളുടെ അച്ഛനായി പോയില്ലേ? എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ മനുഷ്യൻ. താലി? നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിടില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോന്നതിൽ അരിശപ്പെട്ടിരിക്കുകയാണ്. ഇവനിവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ എനിക്ക് എന്ത് മനസമാധാനം കിട്ടും? അവള് രണ്ടാമതും പെണ്ണു പറ്റതോടെയാണ് എന്റെ മോന്റെ സ്വഭാവം ആകെ മാറിയത്. അവനൊരു ആൺകുട്ടി വേണമെന്ന് വളരെ ആശിച്ചു. അവക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവര് തമ്മിൽ അങ്ങ് കലഹായി. മാഷോട് എനിക്ക് പറയുന്നതിലെന്താ, എന്നും തല്ലും തൊഴിയ. സുശീല പെൺകുട്ടിയെ പ്രസവിച്ചത് അവളുടെ മാത്രം തെറ്റല്ലല്ലോ എന്ന് ചോദിച്ചാ പെണ്ണുങ്ങളുടെ പ്രസവത്തിലും കുറെയൊക്കെ പാരമ്പര്യം കാണും. മാഷക്ക് 4 പെമ്മക്കള്. മധു, എന്താ? ഞാൻ വന്നത് അറിയാം. അമ്മ അവളെ അകത്ത് കൊണ്ടു. ഞാൻ പോയില്ല. അകത്ത് പോകാനാ പറഞ്ഞത്. എനിക്ക് അമ്മയെ കാണണം. അടിച്ചിന്റെ കാല് ഞാൻ ഒടിക്കും. ഓടിയകത്ത്. മിനിമോള് പോവാ. മുത്തശ്ശൻ പോകുമ്പോ കൂട്ടിക്കൊണ്ട് പോവാ. ഞാൻ പോവില്ല. ഞാൻ പോവില്ല. മുത്തച്ഛ, മുത്തച്ഛ, മുത്തച്ഛ. സുശീലയും നീയും തമ്മില് അല്പം ചില മുഷ്ടിലുണ്ടായെന്ന് കേട്ടു. ദാമ്പത്യ ജീവിതത്തില് ഇതൊക്കെ സാധാരണയാണ്. ഈ ഇണക്കവും പണക്കവും ഒക്കെ. സാർ എനിക്ക് ക്ലാസ് എടുക്കണ്ട. കണ്ടവന്റെ കുട്ടികളെ പഠിപ്പിച്ച നിങ്ങൾക്ക് സ്വന്തം മക്കളെ ഉപദേശിക്കാൻ കഴിയാ പോയതിന്റെ ദോഷമാണ് നിങ്ങളുടെ മകൾ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നത്.
അതിന് മാത്രം എന്തുണ്ടായി? സുശീല എത്ര വരെ തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തോ ഞാനാ? ലക്ഷം വരെ ശ്രീധരൻ തരാൻ ആളുണ്ടായിട്ടും കാശിന് ഗതിയില്ലാത്ത നിങ്ങളുടെ വീട്ടിൽ വന്ന് ബന്ധു വെച്ചില്ലേ, അതാണ് തെറ്റ്. അന്ന് നിങ്ങളുടെ മകളുടെ തൊലിവെളുപ്പുണ്ട്, ഞാനങ്ങ് മയങ്ങിപ്പോയി. മധു, കാശിന് ഗതിയില്ലാത്തവനാണെങ്കിലും ഞാനൊരു അച്ഛനാണ്. എന്റെ മകൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനതിന് മാപ്പ് ചോദിക്കാം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. മധു വന്ന് അവളെ വിളിച്ചു കൊണ്ടുവരണം. എന്റെ പട്ടി വരും. എങ്കിൽ നീ അനുവദിച്ചാൽ അവളെയും കുഞ്ഞിനെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്തിന്? ഇനി ഈ വീട്ടിനകത്ത് ഞാൻ കേട്ടില്ല. സാറിന് പോകാം. ഓടിയാത്ത എനിക്ക് അമ്മയെ കാണണം. അവളുടെ ഒരു അമ്മ വരൂടെ മുത്തച്ഛാ. അടിച്ചുണ്ടല്ലോ എന്തിപ്പോരുത് ഒത്തിരി വാ. അടിച്ചു ഈ കുഞ്ഞിനെ നീ ഇങ്ങനെ നോവിക്കാതെ. കാലത്ത് മുതൽ അവൾ ഒന്നും കഴിച്ചിട്ടില്ല. എന്താ നിങ്ങളിവിടെ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ലേ? ഉണ്ടാക്കാഞ്ഞിട്ടല്ല, അമ്മയെ കാണാൻ സാധ്യത കുഞ്ഞിന്. ഓഹോ, എങ്കിലും ആദ്യം ഒന്ന് മാറ്റണല്ലോ. പാടി ഇവിടെ നടക്കടി. അവൾ ചോദിച്ചൊന്നും എനിക്കൊന്നും അറിയണല്ലോ. സാറ് പോ, നിങ്ങളെ കണ്ടാൽ അവന് ദേഷ്യം ഇരട്ടിക്കുള്ളൂ. സാറ് പോ, ഇല്ലെങ്കിൽ അവൻ ആ കുഞ്ഞിനെ കൊല്ലും. നിനക്കിന്റെ അമ്മേനെ കണ്ട എനിക്ക് ആദ്യമല്ലേ. ഇനി അമ്മയുടെ കാര്യം എങ്ങനെ നീ ഇവിടെ മിണ്ടിയ ഇനി അടിച്ച കരയണോ? മിണ്ടിപ്പോറ്. അച്ഛാ, അച്ഛൻ ഇരിക്കും. അച്ഛാ, എന്റെ മിനിമോള് അച്ഛൻ വെള്ളം. എന്താ എന്താ ഇന്ന്? എന്ത് പറ്റി? എന്ത് പറ്റി ഇന്ന്? എന്താ റഹിംക്കയില്ലേ? എന്നല്ല മോളെ, വണ്ടിപ്പണിക്ക് പോയല്ലോ. എന്ത്? ഇല്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അച്ഛനെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞു. ഡോക്ടറുമായി സംസാരിച്ചപ്പോ അലോപ്പതിയിൽ ഇനിയൊന്നും ചെയ്യാനില്ലെന്നും വേണമെങ്കിൽ ആയുർവേദം പരീക്ഷിച്ച് നോക്കാനും പറഞ്ഞു. അതുകൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛൻ അന്വേഷിക്കുന്നു. രഘു, എന്റെ മിനിമോള് അവളുടെ അച്ഛന്റെ അടുത്താണ്. ഒന്ന് കാണാനെങ്കിലും
നീ ഒന്ന് പോയി. അത് നിങ്ങളുടെ കുടുംബകാര്യം, എന്നോടൊന്നും പറയണ്ട. അച്ഛാ, അവിടെ ഡാഡിയും മമ്മിയും ബാംഗ്ലൂരിൽ പോയിരിക്കുക. വീട്ടിൽ വിധു തനിച്ചേ ഉള്ളൂ. സന്ധ്യയ്ക്ക് മുമ്പേ ഞാനവിടെ എത്തണം. ഞാൻ പോട്ടെ. എന്റെ ശവദാഹത്തിന് അവന്റെ വിഹിതം. അച്ഛാ, മോളെ, ഞാൻ മരിച്ചാൽ എന്റെ ശേഷക്രിയ എന്റെ മോള് ചെയ്താൽ മതി. മോനെ റഹീമെ, ഉസ്മാനെ കണ്ടിട്ട് എത്ര ദിവസമായി? വല്ല ദണ്ണോ ബെർത്തോ ആയി കിടക്കുകയാണോ ആര് കണ്ട്? ഉസ്മാൻ ഒരു സൂക്കേടും ഇല്ലമ്മ. ഓ ഇന്നും തുണിഷാപ്പി പോയിരുന്നല്ലോ. പിന്നെ എന്താ ഇങ്ങോട്ട് വരാത്തെ? വല്ല പണക്കോ മറ്റേക്കൂ? ഈ ഒന്ന് ചെന്ന് നോക്ക്. കണ്ടാ വല്ല വിഷായം പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേരി. അല്ലുമ്മ, കല്യാണം കഴിഞ്ഞ ഈടില് അളിയന്മാര് പുതിയാപ്പിളിനെ തേടി പോണൊരു പതിവുണ്ട്. കാലാകാലം പിയാപ്പിളിനെ തേടി പോകാൻ പറ്റുമോ?